അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അതേപോലെ എൻ്റെ രക്ഷിതാക്കൾ, ഇന്ന് നമ്മൾ അക്ഷരങ്ങൾ എഴുതി പഠിക്കാൻ വേണ്ടി പോകുന്നത് അഖീദ എന്ന പാഠത്തിൽ നിന്നാണ്. 2ാം ക്ലാസ്സിലെ എസ്പെഷ്യലി എക്സാമിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ഉത്തരങ്ങൾ കണ്ടെത്താനും അതേപോലെ തന്നെ നിങ്ങളെ എഴുത്ത് നന്നാക്കാനും വേണ്ടി സഹായിക്കുന്ന ഒരു പരിശീലനമാണ്. സോ നിങ്ങൾക്ക് ആരുടെ ഹെൽപ്പ് വേണമെങ്കിലും തേടാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളെ പാഠപുസ്തകങ്ങൾ നോക്കിയിട്ട് ഉത്തരങ്ങൾ എഴുതിയിട്ട് നാളെ വരിക. നമ്മളെ ഗ്രൂപ്പിൽ ഫോട്ടോ അയക്കുകയും ചെയ്യാം. സോ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ അറബി അക്ഷരത്തിലാണ് എഴുതേണ്ടത്, അഥവാ അറബി മലയാളത്തിലാണ് എഴുതേണ്ടത്. ഒന്നാമത്തത് മഴ എന്ന് എങ്ങനെയാണ് അറബി മലയാളത്തിൽ എഴുതുക? രണ്ടാമത്തത് ഭൂമി. മൂന്നാമത്തത് വർഷിക്കുന്നത്. നാലാമത്തെ ചോദ്യം, ഇഅ്തിദാലിൽ എന്താണ് ചെല്ലുക? റുക്ഉ ചെയ്ത് ഇഅ്തിദാലിൽ സമി അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയുന്ന സമയത്ത് എന്താണ് ചെല്ലുക? ഇത് അറബിയിൽ എഴുതുക. ഈ അഞ്ചാമത്തെ ചോദ്യം, നമ്മൾ ഡാഷിന് മാത്രമേ ആരാധിക്കാവൂ. ആ ഡാഷ് എന്താണ് എന്നുള്ളത് നിങ്ങൾ എഴുതുക. ഒക്കെ അറബിയിലോ അല്ലെങ്കിൽ അറബി മലയാളത്തിലോ ആണ് എഴുതേണ്ടത്. ആറാമത്തെ ചോദ്യം, അള്ളാഹു നമുക്ക് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് അല്ലേ? അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഒരു 5 അനുഗ്രഹങ്ങൾ നിങ്ങൾ അറബി മലയാളത്തിൽ എഴുതുക. നമ്മുടെ പ്രവാചകന്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി തങ്ങൾ ജനിച്ചത് എവിടെ, മരിച്ചത് എവിടെ? ഈ 2 സ്ഥലവും നിങ്ങൾ എഴുതണം. ഇതാണ് 7ാമത്തെ ചോദ്യം. 8ാമത്തെ ചോദ്യം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെ നിന്ന് എവിടേക്കാണ് ഹിജ്റ പോയത്? 9ാമത്തെ ചോദ്യം, പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനെ? നിങ്ങൾക്കറിയുന്ന 4 മലക്കുകൾ ആരൊക്കെയാണ്? അവരുടെ ജോലി എന്താണ്? ഇതാണ് 9ാമത്തെ ചോദ്യം. 9ാമത്തെ ഒറ്റക്കാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് എന്തിനെ? നിങ്ങൾക്കറിയുന്ന 4 മലക്കുകൾ ആരൊക്കെയാണ്? അവരുടെ ജോലി എന്താണ്? 10ാമത്തെ ചോദ്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എത്ര കിതാബുകൾ ഇറക്കിയിട്ടുണ്ട്? ആ കിതാബുകൾ ഏതൊക്കെയാണ്? ഏതൊക്കെ നബിമാർക്കാണ് ആ കിതാബുകൾ ഇറക്കിയിട്ടുള്ളത്? 3 ചോദ്യം ഒരൊറ്റ പാരഗ്രാഫിലാക്കിയിട്ട് എഴുതണം. അടുത്തത്, നബിമാര് ഡാഷ് ആണ് പഠിപ്പിച്ചത്. നബിമാർ ഡാഷ് ആണ് പഠിപ്പിച്ചത്. നിങ്ങൾക്കറിയുന്ന 5 നബിമാരുടെ പേര് എഴുതുക. ഇതാണ് 11ാമത്തെ ചോദ്യം. 12ാമത്തെ ചോദ്യം, നമ്മുടെ നബിയുടെ പേരെന്താണ്? നമ്മുടെ നബിയുടെ പേര് കേട്ടാൽ എന്താണ് നമ്മൾ ചെല്ലേണ്ടത്? ആ ചോദ്യത്തിൽ തന്നെയാണ് ഉത്തരം കേട്ടോ. 13ാമത്തെ ചോദ്യം, സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് ആരാണ്? സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത് ആരാണ്? 14ാമത്തെ ചോദ്യം, ഈ ലോകം എപ്പോഴാണ് നശിക്കുക? 15ാമത്തെ ചോദ്യം, ഈ ലോകം നശിച്ചു, അപ്പോൾ ആൾക്കാർ മരിക്കും. അപ്പൊ ഈ മരിച്ചവരെല്ലാം പുനർജീവിക്കും, അതെപ്പോഴാണ്? 15ആയിട്ടാ. 16ാമത്തെ ചോദ്യം, മരിച്ചവരെല്ലാം ജീവിക്കും, മരിച്ചവരെല്ലാവരും ജീവിക്കും, എവിടെയാണ് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക? ഇത് അറബി മലയാളത്തിൽ എഴുതിയ ഉത്തരം. 17ാമത്തെ ചോദ്യം, ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താണ് ചെല്ലുക? ആ ചെല്ലുന്ന വേർഡിന്റെ അർത്ഥം എന്താണ്? മനസ്സിലായോ? ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കണം, അത് എന്താണ് പറയുക? ആ പറയുന്ന വേർഡ് ഉണ്ടല്ലോ, അതിന്റെ അർത്ഥം എന്താണ്? അതും അറബി മലയാളത്തിൽ നിങ്ങൾ എഴുതുക. 18ാമത്തെ ചോദ്യം, നിങ്ങൾ ഇസ്ലാം കാര്യം പഠിച്ചു, എത്ര കിതാബ് ഉണ്ടെന്ന് പഠിച്ചു എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, ഈമാൻ കാര്യം എത്രയാണ് ഏതെല്ലാം? ഈമാൻ കാര്യം എത്രയാണ് ഏതെല്ലാം? 19ാമത്തെ ചോദ്യം, നമ്മുടെ ആദ്യത്തെ നബിയുടെ പേര് എന്താണ്? അതിൽ തന്നെ ചോദ്യം, നമ്മുടെ അവസാനത്തെ നബിയുടെ പേരെന്താണ്? 20ാമത്തെ ചോദ്യം, ലാസ്റ്റ് ചോദ്യം, നമ്മുടെ നബിമാരുടെ പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് നമ്മൾ പറയേണ്ടത്?
നമ്മുടെ നബിയുടെ പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ചൊല്ലേണ്ടത്? ഇതാണ് 20ാമത്. ഈ 20 ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾ എഴുതിയിട്ട് നമ്മളെ ഗ്രൂപ്പിൽ ഫോട്ടോ അയക്കുക. നാളെ വരുമ്പോൾ പേപ്പർ കൊണ്ടുവരാൻ. പെർഫെക്റ്റ് ആയിട്ട് നല്ല ഉത്തരങ്ങൾ എഴുതിയിട്ട് കൊണ്ടുവരുന്ന ആൾക്ക് എൻ്റെ വക അടിപൊളി ഗിഫ്റ്റ് ഉണ്ട്. കഴിഞ്ഞ ദിവസം 10ൽ 10 വാങ്ങിയവർക്കും ഗിഫ്റ്റ് ഉണ്ട്. കൊണ്ടുവരാൻ നിങ്ങൾ റെഡി അല്ലേ? എങ്കിൽ ഇൻഷാ അള്ളാ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്.